ഹലോ, ബീട്രൂട്ട് കൊണ്ടൊരു ലിപ് ബാം ഉണ്ടാക്കിയാലോ? അപ്പം എങ്ങനെ വായു. ആദ്യമേ ഒരു ബീട്രൂട്ട് എടുത്തിട്ട് ഇങ്ങനെ ഒരു ചെത്തങ്ങ് ചെത്തണം. പക്ഷേ എൻ്റെ പോലെ ഇങ്ങനെ ചെത്തരുത് കേട്ടോ, കാരണം എൻ്റെ ഒറ്റ ചെത്തിൽ എൻ്റെ കയ്യാണ് മുറിഞ്ഞത്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ തോലിങ്ങനെ പീൽ ചെയ്ത് ആ ബീട്രൂട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കണം. എൻ്റെ കയ്യിൽ നിന്ന് ചോര വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതൊക്കെ പോട്ടെ, നമുക്ക് നമ്മുടെ ബീട്രൂട്ടിനെ വൃത്തിയാക്കി എടുക്കാം. എങ്ങനെ? ഇങ്ങനെ. എന്നിട്ട് തോല് ചെത്തി കഴുകി വെച്ചിരിക്കുന്ന ഈ ഒരു ബീട്രൂട്ടിനെ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാവുന്ന രീതിയിൽ ഇങ്ങനെ കുനുകുന കട്ട് ചെയ്തോ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഉരച്ചെടുക്കില്ലേ, അങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തോ നല്ല വെണ്ണയായിട്ട് അരച്ചെടുക്കണം. ഞാൻ ശരിക്കും നമ്മൾ മറ്റേ ബീട്രൂട്ടും മെഴുക്കുവരട്ടിക്ക് വേണ്ടി അരിയില്ലേ, ആ ഒരു ഫ്ലോയിൽ അങ്ങനെ അങ്ങ് അരിഞ്ഞു. അപ്പോൾ അത് അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിയിൽ, അതായത് എത്രത്തോളം ഫൈനായിട്ട് അരയ്ക്കാൻ പറ്റുമോ അങ്ങനെ അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ അരച്ചിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഇതേപോലെ ആ ഒരു ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എന്തോരം പിഴിഞ്ഞെടുക്കാൻ പറ്റുമോ അത്രത്തോളം പിഴിഞ്ഞെടുത്തോളൂ കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ശരിക്ക് ഒരാൾക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ ഒരു ബീട്രൂട്ട് വേണ്ടിയിരുന്നില്ല. ശരിക്കും ഇത് കൂടുതലായിപ്പോയി എടുത്തത്. ഒരു അര ബീട്രൂട്ടൊക്കെ, അതൊരു ചെറിയ ബീട്രൂട്ടാണ് ഞാൻ എടുത്തത്, അതിൻ്റെയും പകുതി മതിയാവും ശരിക്കും ഒരാൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി. ഇനി ഇത് തീയിൽ വെച്ചിട്ട് ഈ ഒരു ബീട്രൂട്ട് ജ്യൂസ് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. അതായത് ഇതിൻ്റെ ഒരു ഇപ്പോൾ ഉള്ള ജ്യൂസിൻ്റെ ഒരു പകുതിയോളം വരുന്ന രീതിയിൽ ശരിക്കും ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ കണ്ടില്ലേ, എൻ്റെ ക്വാണ്ടിറ്റി ഇത് ഇത്രയും കുറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നെയ്യും തേനുമാണ്. അതിപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ശുദ്ധമായ നെയ്യും തേനും ആണെങ്കിൽ അത്രയും നല്ലത്. ഞാനിത് കടയിൽ നിന്ന് വാങ്ങാൻ കേട്ടോ ചെയ്തത്. ഞാനിത് കുറച്ചെടുത്ത് കഴിച്ചായിരുന്നു കേട്ടോ. തേൻ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ചീവീടിൻ്റെ ശല്യമുണ്ട്, ക്ഷമിക്കണം. ഇനി ഈ കുറുക്കി വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ജ്യൂസും നെയ്യും നല്ല രീതിക്ക് മിക്സ് ആവുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി യോജിപ്പിക്കണം. നല്ല രീതിയിൽ ഇളക്കിക്കോളൂ കേട്ടോ. ഇളക്കിക്കോ. അപ്പോൾ ഇളക്കി അത്യാവശ്യം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് സാധനം. അപ്പം ഇതിലേക്ക് കുറച്ച് തേൻ ചേർക്കുക. തേൻ ചേർത്തിട്ട് ഈ കുറുക്കി വെച്ചേക്കണ ബീട്രൂട്ടും നെയ്യും തേനും അത്യാവശ്യം നല്ല രീതിക്ക് മിക്സ് ആവുന്ന രീതിയിൽ വീണ്ടും ഇളക്കിക്കോ. കണ്ടില്ല, ഞാൻ ഈ സൈഡിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തൂത്തിളക്കുന്നുണ്ട്. ഇത് ഞാൻ എന്നിട്ട് ആകാംക്ഷ കൊണ്ട് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി എൻ്റെ കയ്യിലൊന്ന് തൂത്ത് നോക്കണതാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കൊള്ളാം സംഭവം. എന്നിട്ട് ചൂടാറിയ ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇതിൻ്റെ കളറൊക്കെ കൊള്ളാം കേട്ടോ. അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഡാർക്ക് കളറ്. അപ്പോൾ നമ്മൾ ചുണ്ടിലിട്ട് കഴിഞ്ഞാലും ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു കളറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇതിന്. പിന്നെ ഞാനിത് ഉണ്ടാക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചുണ്ടാകെ ഡ്രൈ ആയിട്ട്, ചുണ്ടൊക്കെ ഇങ്ങനെ പൊട്ടി നീറി ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നു. അപ്പോൾ 2 ദിവസം ഞാൻ വെളിച്ചെണ്ണ തേച്ചിട്ടാണ് ഒന്നിരുന്നത്. അപ്പോഴാണ് ഒരു ചെറിയൊരു റിലീഫ് കിട്ടിയത്. അപ്പം ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ റെഫറൻസസും കാര്യങ്ങളൊക്കെ നോക്കി, ഇങ്ങനെ ബീട്രൂട്ട് ലിപ് ബാമിനെ പറ്റി. അപ്പം യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ കണ്ടു കേട്ടോ. അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇത് നമ്മൾ ഫ്രീസ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാൻ എടുത്ത വീഡിയോയാണ്. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടായാലും എൻ്റെ ചുണ്ടൊക്കെ അത്യാവശ്യം നല്ല സോഫ്റ്റായി, ആ ഒരു ഡ്രൈനെസ്സും നീറ്റലും കാര്യങ്ങളൊക്കെ മാറി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.